അങ്ങനെയിരിക്കെ ഇളമുറ കമ്മ്യൂണിസ്റ്റുകാർ ആകെ അങ്ങ് ഉഷാറായി. ഭരണകക്ഷിയായി പോയതിനാൽ കാര്യമായ പണിയൊന്നുമില്ലാതെ ബോറടിച്ചിരിക്കുമ്പോഴാണ് അത് വന്ന് വീണത്. തൃത്താലയിലെ ഡിവൈഎഫ്ഐക്കാരാണ് നിയമം കയ്യിലെടുത്തത്, അല്ല വടി കയ്യിലെടുത്തത്. തൃത്താല MLA ഓഫീസാണ് അടിച്ചു തകർത്തത്. അറിയാമല്ലോ, MLA ആരാണെന്ന് അറിയാമല്ലോ, ബലറാമാണ്, VT ബലറാം. VT ബലറാം ഒറ്റയ്ക്കല്ല, ഒരു പറ്റം കോൺഗ്രസുകാർ കൂടെയുണ്ട്. ഡിവൈഎഫ്ഐ എങ്ങോട്ടും പോയിട്ടില്ല, അതാ അവിടെ തന്നെ ഉണ്ട്. ഈ MLA വളരെ വിനയത്തിന്റെ ഭാഷയിൽ ഇന്ത്യയിലെ പൊരുതുന്ന യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്, ആർക്കും ആരെയും വിമർശിക്കാം. അത് VT ബലറാമിനായിരുന്നാലും അതല്ല കോൺഗ്രസിന്റെ മറ്റേതൊരു നേതാക്കന്മാർക്കായിരുന്നാലും എനിക്കായാലും നിങ്ങൾക്കായാലും ആർക്കും ആരെയും വിമർശിക്കാം. അതിനാരുടെയും അനുമതിയൊന്നും ആവശ്യമില്ല. പക്ഷേ ആ വിമർശിക്കുമ്പോൾ അത് ചരിത്രപരമായിരിക്കണം. അതെ, അതാണ് അതിൻ്റെ ശരി. വിമർശനം ചരിത്രപരമായിരിക്കണം. ചരിത്രപരമായ വിമർശനം എങ്ങനെ ആയിരിക്കുമെന്നറിയണമെങ്കിൽ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ ആയിരിക്കണം. VT ബലറാം അദ്ദേഹത്തിൻ്റെ സംസ്കാരവും രീതിയാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അദ്ദേഹത്തെ ജനിപ്പിച്ചതിനെ സംബന്ധിച്ച് ഇപ്പോൾ പുള്ളി സംശയം പറഞ്ഞാൽ എങ്ങനെയുണ്ട്? അതുപോലെ ഒരു പിറപ്പ് പണിയാണ് AKGയെ പറ്റി പറഞ്ഞതെന്നാണ് എൻ്റെ അഭിപ്രായം. അതോ പിറപ്പ് പണി എന്ന പ്രയോഗം അങ്ങോട്ട് പിടികിട്ടുന്നില്ല ആശാനെ. എന്താണ് ഈ പരിപാടി, പിറപ്പ് പണി? അതിലിപ്പോൾ പറയുക, എൻ്റെ അച്ഛനും അമ്മയും കൂടി എന്നെ ജനിപ്പിച്ചാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതിലും കഷ്ടമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, അതും AKGയെ പറ്റി. അല്ല ആശാനെ, AKGയെ പറ്റി പറഞ്ഞു പോയത് ന്യായീകരിക്കാനായി MLA ചില ജീവചരിത്രങ്ങളും ചില സംഭവങ്ങളും ഒക്കെ ഉദ്ധരിക്കുന്നുണ്ടല്ലോ. അദ്ദേഹം അങ്ങനല്ലേ പറയുള്ളൂ ന്യായീകരിച്ചുകൊണ്ട്. ഒന്നാമത് അയാളൊരു പിറപ്പുകാരനാണ്, പിറപ്പ് പണിയേ കയ്യിലുള്ളൂ. അങ്ങേര് AKGയെ പോലൊരു മഹാനെ പറ്റി പറഞ്ഞതിനെപ്പറ്റി പിന്നെ ഇനിയിപ്പോൾ ഞാനെന്നാ കൂടുതൽ പറയാനാ?
എന്നാ പോട്ടെ, KPCC പ്രസിഡന്റിനോട് ചോദിച്ചു നോക്കാം എന്താണ് സംഗതിയെന്ന്, എന്താണ് കോൺഗ്രസ്സുകാരുടെ നിലപാടെന്ന്. ഇത് ഒരു ക്ലോസ്ഡ് സർക്കിളിൽ നടന്ന ഈ ഫേസ്ബുക്കിനകത്ത് നടന്ന ചർച്ചകൾ, വാദപ്രതിവാദങ്ങളിലാണ്. കോൺഗ്രസിന്റെ ചെറുതും വലുതുമായ നേതാക്കളുടെ ലൈംഗിക അപവാദത്തെക്കുറിച്ച് പറയുന്ന ഘട്ടത്തിലാണ് ഇത്തരം ഒരു പരാമർശം ബൽറാമിൽ നിന്നുണ്ടായത് എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. അത് കോൺഗ്രസിന്റെ ഉന്നതരായ നേതാക്കളെക്കുറിച്ചെല്ലാം വളരെ ഇതുപോലെ വളരെ തരംതാഴ രീതിയിൽ പരാമർശങ്ങൾ വന്നപ്പോൾ അദ്ദേഹം AK ഗോപാലൻ അദ്ദേഹത്തിന്റെ ആത്മകഥയിലും ഹിന്ദു പത്രത്തിലും വന്നത് ഉദ്ധരിച്ചു. എങ്കിൽ പോലും അങ്ങനെയൊക്കെയാണ് എന്നറിയാമെങ്കിൽ പോലും ഹസൻജി ആ കോൺഗ്രസ് MLAയോട് ക്ഷമിക്കില്ല കേട്ടോ. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പരാമർശം അനുചിതമായി പോയി. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, പാർട്ടിയുടെ അഭിപ്രായമല്ല. മേലിൽ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കണം എന്ന് അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. AKG ഒരു കോൺഗ്രസ്സുകാരനായി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ആരംഭിച്ച അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെ അദ്ദേഹം സമാദരണീയനായ ഒരു നേതാവായി കേരളത്തിലെ ജനങ്ങളെല്ലാം ബഹുമാനിക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തെ പോലെ ഒരാളെക്കുറിച്ച് ഇങ്ങനൊരു പരാമർശം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അതിൽ തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, പാർട്ടിക്ക് അങ്ങനെ അഭിപ്രായമില്ല. മേലിൽ ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണമെന്ന് അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകി. മേലിൽ ഉണ്ടാകരുത് എന്ന താക്കീതല്ലാതെ ഉണ്ടായി പോയതിനെതിരെ നടപടിയൊന്നുമില്ലല്ലോ. ഇല്ല, സൈബർ ഇതിനെക്കുറിച്ച് നടപടിയെടുക്കാൻ തുടങ്ങിയാൽ ഇപ്പം അതല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് അദ്ദേഹത്തിനെതിരായിട്ട് കണ്ടില്ലേ MM മണി പറഞ്ഞിരിക്കുന്നത്. നടപടിയും കാര്യങ്ങളല്ല അദ്ദേഹത്തിന് ഇത് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും വളരെ സമചിത്തതയോടുകൂടി കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന ഒരു നേതാവാണ്. ആ നിലയ്ക്ക് അദ്ദേഹത്തിൽ നിന്ന് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം ഉണ്ടാവുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചല്ല. പക്ഷേ അത് അദ്ദേഹവും ആ പശ്ചാത്തലം പശ്ചാത്തലം മനസ്സിലായി. കോൺഗ്രസ് നേതാക്കളെ എല്ലാം ലൈംഗിക അപവാദത്തിന്റെ പേരിൽ വിമർശിച്ചപ്പോൾ പറഞ്ഞതാണ്. എന്നാലും AKGയെക്കുറിച്ച് അത്തരം ഒരു പരാമർശം ഉണ്ടായത് അനുചിതമായി പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തൊക്കെ പറഞ്ഞാലും ഹസൻജി ഒരു പക്വതയുള്ള നേതാവാണ്. AKGക്കുള്ള ആദരവ് AKGക്കും ബലറാമനുള്ള അംഗീകാരം ബലറാമനും കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ കോൺഗ്രസിൽ എല്ലാവരും അങ്ങനെയല്ല. ചില AKG ഭക്തന്മാരുണ്ട്. അതിൽ AKGയായിട്ട് രാഷ്ട്രീയമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അദ്ദേഹം ദീർഘകാലം പാർലമെൻറ്റ് അംഗവും മികച്ച ഒരു പാർലമെൻറ്റേറിയനായിരുന്നു. മാത്രമല്ല പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളോട്, എതിർവിഭാഗത്തുള്ളവരോടും ഒരു മാന്യമായ സമീപനം അദ്ദേഹം വെച്ച് പുലർത്തിയിരുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തിയെക്കുറിച്ച് മോശം പരാമർശം നടത്തുന്നത് കോൺഗ്രസ് സംസ്കാരത്തിന് ചേർന്നതല്ല. അത് എന്തടിസ്ഥാനത്തിലാണ് ബൽറാം അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതൊക്കെ കേട്ട് ബലറാം ഒറ്റക്കാണ് എന്നാരും കരുതണ്ട. പക്ഷെ ബൽറാമിനോട് ഉള്ള ഒരു പ്രതികരണം എന്നുള്ള നിലയിൽ ബൽറാമിൻ്റെ പിതൃത്വത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് ചില പ്രസ്താവനകൾ വന്നിട്ടുണ്ട്. ഇവിടെ നെഹ്റു കുടുംബത്തിൽപ്പെട്ട സ്ത്രീകൾ പ്രസവിക്കാതിരുന്നാൽ എന്താകും എന്ന് ചോദിച്ച ഒരു പ്രമുഖ നേതാവ് കേരളത്തിൽ ജീവിച്ചിരിക്കുകയാണ് ഇപ്പോഴും. സ്വന്തം കക്ഷിയിൽ നിൽക്കുന്നവരെക്കുറിച്ച് പോലും മോശമായി പറയുന്നു. എതിർകക്ഷികളിൽ നിൽക്കുന്ന ആളുകളെ ചവിട്ടിത്തേക്കുന്നു. ഒക്കാബുലറിയിൽ കിട്ടുന്ന ഏത് വാക്കും ഉപയോഗിച്ച് ആളുകൾക്കെതിരായി ഇവിടെ വാക്കസ്ത്രം നടത്താം എന്നുള്ള നിലയിലേക്ക് പോകുന്നു. അതൊന്നും ശരിയല്ല. അത് അവര് പറയും, അവര് വന്ന് തന്നെയല്ലേ സ്വഭാവക്കാർ. എവിടെ എങ്ങനെ വിടവ് കിട്ടുമോ അവിടെയല്ലേ പരിപാടി നോക്കുന്നത്. അതുകൊണ്ട് അതുപറ്റി എന്നെപ്പറ്റി ഒരുപാടൊന്നും നിങ്ങൾ എന്നോട് ചോദിച്ച് എന്നെ വഷളാക്കണ്ട. എൻ്റെ അഭിപ്രായം ഇതാണ്, ശുദ്ധ മര്യാദകേടാണ്, പച്ച മലയാളത്തിൽ പറഞ്ഞ പോക്രിത്തരമാണ് പറഞ്ഞതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെയൊന്നും അഭിപ്രായം പറയാനുള്ള ധൈര്യമില്ലാത്തതിനാൽ പൊളിമിക്സ് സ്വന്തം അഭിപ്രായങ്ങൾ വിഴുങ്ങുകയാണ്.